വചന ശുശ്രൂഷയിലേക്ക് നാം കടന്നു വരികയാണ്. നമുക്ക് വേണ്ടി കർത്താവിൻ്റെ തിരുവചനം ഇന്ന് പങ്കുവെക്കുന്നത് ബ്രദർ വർഗീസ് കൊല്ലമാണ്. കഴിഞ്ഞ 32 വർഷത്തിലധികമായി കർത്താവിൻ്റെ വയലിൽ വചനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സഹോദരനാണ് ബ്രദർ വർഗീസ്. ഇപ്പോൾ കേരളത്തിലെ വിവിധ ധ്യാന കേന്ദ്രങ്ങളിൽ അദ്ദേഹം വചന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നു. കരങ്ങളടിച്ച് ഈ വചനവേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ. ഉണർവോടെ ഹല്ലേലൂയ. ശബ്ദത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. 63-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുന്നു, ഞാൻ കൈകൾ ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. നമുക്ക് 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ രാത്രി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും അവസ്ഥകളെയും പരിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ സ്ഥലത്തേക്ക് ഉയർത്തി അവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്കൊരിക്കൽ കൂടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, കർത്താവെ സ്തുതിക്കുന്നു. നുറുങ്ങിയ മനസ്സുകളെ നിന്റെ സന്നദ്ധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവെ, വിട്ടുമാറാത്ത രോഗപീഠകളുടെ വേദനകളെ സമർപ്പിക്കുന്ന കർത്താവെ, കടഭാരം ഞങ്ങളെ തളർത്തുമ്പോൾ അതിൻ്റെ വേദനകളെ സമർപ്പിക്കുന്ന കർത്താവെ, ഭയത്തിൻ്റെ ബന്ധനത്തിലായി പോയ സകല മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. യേശുവേ, ഈ രാത്രി നീ ഇടപെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ മാത്രമല്ല, ഈ ഭൂമിയിലെ 5 വൻകരകളിലായിരുന്നു കൊണ്ട് ടെലിവിഷനിലൂടെ ശുശ്രൂഷ പങ്കെടുക്കുന്ന സകല മക്കളെയും സമർപ്പിക്കുന്നു. നീ ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ രാത്രി അത്ഭുതത്തിന്റെ രാത്രിയാക്കി മാറ്റണമേ കർത്താവെ. ചെങ്കടലിനെ കീറി മുറിച്ചതുപോലെ കർത്താവെ, ഈ രാത്രി പ്രതിസന്ധികളെ മാറ്റുന്ന ദൈവം ഓരോ മക്കളുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, പ്രത്യേകിച്ച് ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്, ഒത്തിരി പേരുണ്ട്. അവരെല്ലാം നമുക്കൊന്ന് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈ രാത്രിയിൽ മാരക രോഗത്തിന്റെ അവസ്ഥയിലൂടെ ആശുപത്രികളിലും ഭവനങ്ങളിലുമായിരിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഒരിക്കൽ കൂടെ നമുക്ക് പരസ്പരം ഇടത്തും വലത്തുമുള്ളവർക്കൊന്ന് സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസം വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരുപാട് ജനങ്ങൾ ഈ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുണ്ട്. ഈ ഷാലൂം നൈറ്റ് വിജിലിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരും കർത്താവിൽ ആശ്രയത്വം കണ്ടെത്തി ജീവിതത്തിൽ ഒരു പുത്തൻ ഉണർവിലേക്ക് കടന്നു വന്ന ഒരുപിടി ജീവിതങ്ങളെ വർഷങ്ങളായി നമ്മൾ കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണത്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ ലോകത്തിൻ്റെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് അനേകം മക്കൾ, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട മക്കൾ, കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ രാത്രിയിൽ നമ്മുടെ നിലവിളി കണ്ട്, നമ്മുടെ നിലവിളി കേട്ട്, നമ്മുടെ കണ്ണുനീര് കണ്ട് മറികടന്നു പോകാൻ പറ്റാത്തൊരു കർത്താവുണ്ട്. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സഹോദരനുമായി സംസാരിച്ചപ്പോൾ എന്നോട് പറയുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു വേണ്ടപ്പെട്ട വ്യക്തി, നല്ല മിടുക്കനായൊരു മനുഷ്യൻ, നല്ല ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആൾ, 10-35 ലക്ഷം രൂപ ബാങ്കിൽ ഡിപ്പോസിറ്റ് കിടപ്പുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, കാറുണ്ട്, വീടുണ്ട്, എല്ലാ സൗകര്യങ്ങളുള്ള മനുഷ്യൻ.
പെട്ടെന്നൊരു ദിവസം ആത്മഹത്യ ചെയ്തു. എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, ഇടയ്ക്ക് അദ്ദേഹത്തിനെന്തോ ശാരീരിക അസ്വസ്ഥതയുണ്ടായി. ഡോക്ടർമാരെ കണ്ടു, ചില വിദഗ്ധമായ ചികിത്സകൾക്ക് വേണ്ടി വലിയ ഹോസ്പിറ്റലിലേക്ക് പോയി. റിസൾട്ടുകൾ വന്നപ്പോൾ ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോൾ ഞാനിനി എന്തിനാ ജീവിക്കുന്നത്, എനിക്ക് ക്യാൻസറായി പോയി. ആ ചിന്ത ആ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഒരുപിടി അനുഭവങ്ങൾ, വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ പത്രോസ്ലീഹയുടെ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴെ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച് ഒരു കുപ്പി വിഷത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ ഏതെങ്കിലും കടലിലോ നദിയിലോ ജീവിതം അവസാനിപ്പിക്കുന്ന കുറേ വ്യക്തികളുടെ ചിത്രം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഈ കാലഘട്ടത്തിൽ ചിലപ്പോഴെങ്കിലും മാധ്യമങ്ങൾ അതിനൊക്കെ പരിവേഷം കൊടുത്തുകൊണ്ട് അവരൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ ഹീറോയാണെന്ന് വരുത്തി തീർക്കുന്ന ആ വിധത്തിലുള്ള വാർത്തകളും കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം വീണ്ടും വീണ്ടും ആൾക്കാർക്ക് ഈ ഒരു പ്രേരണ അവർക്ക് കിട്ടുന്നത്. എന്നാൽ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ്റെ വചനം എന്താ പറയുന്നത് അറിയാമോ? നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും നീ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ നീ താഴ്മയോടെ നിന്നാൽ ആ അവസ്ഥയിൽ നിന്ന് നിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ ഫറവോയുടെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ മക്കളെ മോചിപ്പിച്ച് മോശ കാനാൻ നാട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത്, രാത്രിയിൽ ഇരുട്ടുള്ള സമയത്ത് അവർക്ക് പ്രകാശം കൊടുക്കാൻ അഗ്നിസ്തംഭമായി കൂടെ നിൽക്കുന്ന ദൈവം, പകലത്തെ ചൂട് അതിശക്തമാകുമ്പോൾ അവർക്ക് തണലേകാൻ മേഘസ്തംഭത്തിൽ കൂടെ നിൽക്കുന്ന ദൈവം, അങ്ങനെ അവരെ പരിപാലിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ദൈവം. ഈ ജനം മുമ്പോട്ട് യാത്ര ചെയ്ത് ചെങ്കടലിന് മുമ്പിലെത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മുമ്പിൽ ആർത്തരമ്പുന്ന കടല്, പിറകിൽ ഫറവോയുടെ സൈന്യം. ഏത് വിധത്തിലും ഞങ്ങൾ പിടിക്കപ്പെട്ടു എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ജനം വാവിട്ട് നിലവിളിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മോശയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനം ഭയവിഹുലരായി അവര് മോശയോട് പറയുകയാണ്, ഇസ്രായേലിൽ ഇതാ ഈ ജനം, ഇസ്രായേലിൻ്റെ ആ വലിയ സമൃദ്ധിയൊക്കെ അവരുടെ മുമ്പിൽ ഉണ്ടായിട്ടും ആ ജനമുണ്ടല്ലോ, ആ ജനം ഈ കൊച്ചന് പ്രതിസന്ധി വന്നപ്പോൾ മോശയോട് പറയുകയാണ്, ഈജിപ്തില് ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ മോശെ നീ ഞങ്ങളെ ഈ കടലിൽ മുക്കിക്കൊല്ലാൻ, ഈ ശത്രുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ നീ ഞങ്ങളെ കൊണ്ടുവന്നത്? നീ നോക്കിയേ, ആ ജനം പിറുപിറുക്കുക, മോശയുടെ മുമ്പിൽ ബഹളം വെക്കുക, മോശയെ കുറ്റവാളി എന്ന് മുദ്ര കുത്തുക. അവരെല്ലാവരും ചേർന്ന് ഈ പാവപ്പെട്ട മോശ എന്ത് കഷ്ടപ്പെട്ട ജനത്തെ പിടിപ്പിച്ചു കൊണ്ടുവരുന്നത്. ആ മോശയ്ക്ക് ചുറ്റിയവരെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ആക്രോശിക്കുമ്പോൾ മോശ എന്താ ചെയ്തെന്നറിയാമോ? മോശ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഹല്ലേലൂയ. മോശ നിൽക്കുന്നത് കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെയാണ്. മോശ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി. കർത്താവ് പറഞ്ഞു, മോശേ നീ പേടിക്കണ്ട, നീ ഭയപ്പെടണ്ട. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ഒരു ശക്തി, ഒരു വലിയ ഒരു ആശ്രയത്വം കിട്ടിയപ്പോൾ മോശ ജനത്തോട് പറയുന്നു, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈ ഈജിപ്തുകാരെ ഇനി മേൽ നിങ്ങൾ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് കാണുന്ന ഈ ശത്രുവിനെ നിങ്ങൾ ഇനിമേൽ കാണുകയില്ല.
അടുത്ത വചനം എന്താണെന്നറിയാമോ? പുറപ്പാട് 14:14, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും. കർത്താവ് യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെയായിരിക്കണം. കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ നിന്ന് മാറിപ്പോയാൽ കർത്താവിന് നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴേ നമ്മൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? നമ്മൾ താഴ്മയോടെ നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ കർത്താവ് നമുക്കിവിടെ യുദ്ധം ചെയ്തുകൊള്ളും. ഈ കഴിഞ്ഞ ഓശാനയുടെ അന്ന് മുതൽ, ഓശാന മുതൽ പെസഹ വരെയുള്ള 3 ദിവസം തിരുവനന്തപുരം മലങ്കര മേജർ അതിരൂപതയിലൊരു പള്ളിയിൽ ഞങ്ങളൊരു ശുശ്രൂഷയ്ക്കായിട്ട് പോയി. പ്രിയപ്പെട്ടവരെ, അവിടെ ചെന്നപ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഒരു അച്ഛനാണ് കൺവെൻഷൻ നയിക്കുന്നത്. അച്ഛനോട് പറഞ്ഞു, നമ്മുടെ ഈ കൺവെൻഷൻ സ്പോൺസർ ചെയ്യുന്നത് ഈ ഇടവകയിലെ ഒരു ചേട്ടനാണെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛനോട് പറയാണ്, ആ ചേട്ടൻ്റെ ചരിത്രം ഞാൻ നിന്നോട് പറയാം. അച്ഛനോട് പങ്കുവച്ചു. ഈ ചേട്ടൻ 2 ആമക്കളാണ്. പ്രിയപ്പെട്ടവരെ, നല്ല രീതിയിൽ ജീവിച്ചു വരുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെയോ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി, ബിസിനസ്സിലും ഒക്കെ പരാജയം ഉണ്ടായി. അവസാനം ചുരുക്കം പറയാൻ എല്ലാം നഷ്ടപ്പെട്ടവനായി. വീടില്ല, വസ്തുവില്ല, മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല, മക്കൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ല. ചുരുക്കി പറഞ്ഞാൽ ആത്മഹത്യയുടെ വക്കിലെത്തി. ഈ ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുന്ന ഈ മനുഷ്യൻ 2 ആമക്കളെയും വിളിച്ച്, ഭാര്യയെയും വിളിച്ചുകൊണ്ട് തിരുവനന്തപുരത്തുള്ള റെയിൽവേ ട്രാക്കിലേക്ക് പോയില്ല. കടലിൽ ചാടി മരിക്കാൻ പോയില്ല, നദിയിൽ ചാടി മരിക്കാൻ പോയില്ല, വിഷക്കുപ്പി കൊണ്ടുവന്ന് മക്കൾക്കും ഭാര്യയ്ക്കും കൊടുത്തിട്ട് കൂടെ കുടിച്ച് മരിക്കാൻ വേണ്ടി പോയില്ല. ആ മനുഷ്യൻ എന്താ ചെയ്തതെന്നറിയാമോ? 2 ആമക്കളെയും ചേർത്ത് പിടിച്ച്, ഭാര്യയെയും ചേർത്ത് പിടിച്ച്, എല്ലാം അറിയുന്നവൻ്റെ മുമ്പിൽ, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞവൻ്റെ മുമ്പിൽ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ലെന്ന് പറഞ്ഞവൻ്റെ മുമ്പിൽ പ്രത്യാശയും പ്രതീക്ഷയും വെച്ചുകൊണ്ട് ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുന്നു. പ്രിയപ്പെട്ടവരെ, സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർ, സ്വന്തക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്. ഒരാൾ പോലും സഹായിക്കാൻ വന്നില്ല. ഞങ്ങൾ ഇടവകയിൽ ചെന്നപ്പോൾ വികാരിച്ചൻ പറഞ്ഞതാ, അവരുടെ ബന്ധത്തിലുള്ള വ്യക്തികൾക്ക് ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഈ കുടുംബത്തെ സഹായിക്കാൻ പറ്റുമായിരുന്നു. ആരും വന്നില്ല. ഞാനപ്പോൾ ചിന്തിച്ചത് ഇങ്ങനെയാ, ദൈവം ആരെയും അയച്ചില്ല. ദൈവം ആരെയും അയച്ചില്ല. എന്താ കാരണം എന്നറിയാമോ? അങ്ങനെ ആരെങ്കിലും സഹായിക്കാൻ ചെന്നിരുന്നെങ്കിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടത്തില്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വീട് വിട്ടിറങ്ങിപ്പോകുന്ന മകൻ, അപ്പന്റെ പക്കൽ നിന്ന് സ്വത്തെല്ലാം വാങ്ങിപ്പോകുന്ന ധൂർത്തപുത്രൻ, അവസാനം യാത്ര ചെയ്ത് എല്ലാം നഷ്ടപ്പെട്ട് അവസാനം ഭിക്ഷക്കാരനെ പോലെ ജോലി പോലും കിട്ടാതെ പന്നികളെ നോക്കുന്ന ജോലിയിൽ ഏർപ്പെട്ട് ജീവിക്കുമ്പോ പന്നിക്ക് കൊടുക്കുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു. അവനാരും കൊടുത്തില്ല. ലൂക്കാസ് സുവിശേഷകൻ മനോഹരമായി ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുക, പന്നിക്ക് കൊടുക്കുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു, അവനാരും കൊടുത്തില്ല. ഞാനിങ്ങനെയാ ആ വചനഭാഗം വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചത്, അവനാരെങ്കിലും ഒരു പിടി തവിട് കൊടുത്തിരുന്നെങ്കിൽ ആ തവിടും തിന്ന് അവൻ ആ പന്നിക്കൂട്ടി കിടന്നേനെ. പക്ഷെ കർത്താവിനൊരു പദ്ധതിയുണ്ട്. മോനെ, നീ പന്നിക്കൂട്ടി കിടക്കേണ്ടവനല്ലടാ. നിനക്ക് വേണ്ടി ഒരു ഭവനമുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്. ആ അപ്പന്റെ അരികിലേക്ക്, ആ ഭവനത്തിലേക്ക് വേലക്കാരനായിട്ടല്ല, മകനെ പോലെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന അപ്പന്റെ അടുക്കിലേക്ക് നീ എത്തണം. നീ എത്തണമെങ്കിൽ ഇവിടെ നിനക്ക് തവിട് നിഷേധിക്കപ്പെടണം. ഹല്ലേലൂയ. അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കാം. പേടിക്കണ്ട. ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ പറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന്. ചെങ്കടലിനെ കീറിമുറിച്ചവൻ, ശത്രുവിന്റെ സൈന്യത്തെ കടലിൽ മുക്കിക്കൊന്നവൻ, ആ ദൈവത്തിന്റെ മക്കളാണ് നമ്മളെങ്കിൽ അവന്റെ കരങ്ങൾക്ക് കീഴേ ഒന്ന് താഴ്മയോടെ നിന്നാൽ മാത്രം മതി. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ അവസാനം എന്താ ചെയ്തെന്നറിയാമോ? അയാൾ ആ 2 മക്കളെയും ഭാര്യയും കൂട്ടിക്കൊണ്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി. ആ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ വാതിൽ
അവർക്ക് വേണ്ടി അവിടെ തുറന്നു കിടക്കുകയായിരുന്നു. അവരുടെ സങ്കടങ്ങളും വേദനകളും പ്രിയപ്പെട്ട വനക്കലച്ചനോട് പങ്കുവെച്ചപ്പോൾ നിശബ്ദനായി കേട്ടുകൊണ്ടിരിക്കുന്ന വനക്കലച്ചൻ എല്ലാം ഒന്നും കേൾക്കാൻ സമയം കൊടുത്തില്ല. പകുതി കേട്ടപ്പോൾ പറഞ്ഞു, ചേട്ടാ ദേ ആ ഭാര്യയെ വിളിച്ച് ദേ അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു പോയി, ബാക്കി കാര്യം ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അവരെ ഭക്ഷണത്തിന് വേണ്ടി പറഞ്ഞു വിട്ടു. എന്നിട്ട് അന്ന് അവിടെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ആന്റണി പയ്യപ്പിള്ളിച്ചൻ അച്ഛനാണ് എന്നോട് ഇത് പങ്കുവെക്കുന്നത്. അച്ഛനെ വിളിച്ചോണ്ട് പറഞ്ഞു, അച്ഛാ ദേ ആ ചേട്ടനും ആ ചേട്ടൻ്റെ ഭാര്യയും ആ ഇളയ കൊച്ച് ഒരു ആൺകുട്ടിയാ, അവൻ 6ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുക. അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, വീടില്ല, വസ്തുവില്ല. അതുകൊണ്ട് ആ കൊച്ചിനെ നമ്മൾ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ വന്ന ഒരുപിടി കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഇവനെ ചേർത്തു. അവൻ അവിടെ നിന്ന് പഠിച്ചു, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പഠിച്ചു. അച്ഛനവനെ സ്കൂളിൽ അയച്ചു. പ്രിയപ്പെട്ടവരെ, അവൻ മിടുക്കനായിട്ട് പഠിച്ചു. 10ാം ക്ലാസ് പാസ്സായി. അവൻ +1 +2 പഠിച്ചു. നീ ചുരുക്കമായിട്ട് പറയട്ടെ, അവനിന്ന് കാനഡയിൽ വിവാഹിതനായി. അവനും അവൻ്റെ ഭാര്യയും കാനഡയിൽ അന്തസ്സായി ജോലി ചെയ്ത് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. ആ ദിവസങ്ങളിൽ കർത്താവ് അവർക്ക് കൊടുത്ത ഭവനത്തിൽ ഞങ്ങളെ കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. അവര് ആ ഭവനത്തിലായിരിക്കുമ്പോൾ കാനഡയിലുള്ള മകനും അവർക്ക് രാത്രി 1 മണി അന്നേരം ആ മകനും മകന്റെ ഭാര്യയും വീഡിയോ കോളിലൂടെ ഞങ്ങളോട് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ അവസാനിക്കേണ്ട ജീവിതമാ. മനോഹരമായൊരു വീട്. കേൾക്കണം, ആദ്യത്തെ മകൻ, മൂത്ത മകനുണ്ടല്ലോ, മൂത്ത മകൻ, ആ ചേട്ടൻ്റെ മൂത്ത മകൻ, അവൻ മലങ്കര കത്തോലിക്ക സഭയിലെ ഒരു സന്യാസ സമൂഹമാണ് OIC സന്യാസ സമൂഹം. ആ OIC സന്യാസ സമൂഹത്തിൽ അവൻ ചേർന്ന് അവൻ വൈദികനായി ഇന്ന് കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതനാ. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഈ പയ്യന്റെ പട്ടമെടുത്ത് വന്നപ്പോൾ ആ അച്ഛൻ്റെ പട്ടം കിട്ടാൻ പോകുന്ന അച്ഛന് സ്വന്തമായിട്ട് വീടില്ല. സഭയ്ക്കത് നാണക്കേടല്ലേ? സഭാധികാരികൾ ഒരുമിച്ച് കൂടി അവർ പറഞ്ഞു, നമ്മുടെ പട്ടം കിട്ടാൻ പോകുന്ന അച്ഛന് വേണ്ടി നമ്മളിതാ വീട് വെക്കാൻ പോയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ചേട്ടനാണ് ആ ഇടവകയിലെ കൺവെൻഷൻ്റെ എല്ലാ കാര്യങ്ങളും സ്പോൺസർ ചെയ്തത്. എന്നിട്ട് അവസാനത്തെ ദിവസം പകല് ഞാൻ അവിടെ നിൽക്കുമ്പോൾ വികാരി അച്ഛനോട് പറഞ്ഞ സംഭവമുണ്ട്. വികാരി അച്ഛൻ പറയായിരുന്നു, അച്ഛൻ പറഞ്ഞു, ഈ ചേട്ടനാണ് ഈ ഇടവകയുടെ വിളക്ക്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വികാരി അച്ഛൻ്റെ ആദരത്തിൽ നിന്ന് ഇത് കേൾക്കണമെങ്കിൽ ചുമ്മാ കേൾക്കാൻ പറ്റത്തില്ല. എന്നിട്ട് അച്ഛൻ പറഞ്ഞതാ, ഈ മനുഷ്യൻ എവിടെ ചെന്നാലും അയാൾ അവിടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ തുടങ്ങും. ഇയാൾ എവിടെ ചെന്നാലും അവിടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ തുടങ്ങും. എന്നിട്ട് അച്ഛൻ പറഞ്ഞതാ, ഞാൻ ഇവിടെ വികാരിയായി വന്ന അന്ന് മുതൽ ഒരു ധ്യാന ടീമിന് വേണ്ടി ഞാൻ ഒരിക്കലും ഓടി നടന്നിട്ടില്ല. ഞാൻ അതിനു വേണ്ടി വ്യഗ്രത പൂണ്ടിട്ടില്ല. ആ കാര്യങ്ങളെല്ലാം ഈ മനുഷ്യനാ ചെയ്യുന്നത്. അദ്ദേഹം വിളിച്ചാൽ അച്ഛന്മാർ വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കണം. ഈ താഴ്മയോടെ നിൽക്കുക എന്ന് പറയുമ്പോൾ അവിടെയും കൂടെ ഒരു കാര്യം ചിന്തിക്കാറുണ്ട് കേട്ടോ. ചില വ്യക്തികൾ ചിലപ്പോൾ ജീവിതത്തിൽ രോഗപീഠകളായിരിക്കാം, സാമ്പത്തിക ഞെരുക്കങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കടബാധ്യതയായിരിക്കാം, അല്ലെങ്കിൽ മക്കൾ തലതിരിഞ്ഞു പോയ അവസ്ഥയായിരിക്കാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു സംഭവം ഇതാണ്, ചേട്ടാ പേടിക്കണ്ട, ചേട്ടൻ ഒരു കാര്യം ചെയ്യും. ചേട്ടൻ ഇന്നു വരെയെങ്കിലും എവിടെങ്കിലും പോയി താമസിച്ച് ധ്യാനം കൂടിയിട്ടുണ്ടോ? ഇല്ല. ചേട്ടൻ ആ ഭാര്യയും കൂട്ടി ചേട്ടൻ പോയി ധ്യാനം കൂട്. ഇത് പറയുമ്പോൾ എന്താ പറയുന്നറിയാമോ? ഞാൻ ധ്യാനം കൂടാൻ പോകാനോ? എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം, എനിക്കറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. ഞാനെന്തിനാ ധ്യാനം കൂടാൻ പോകുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹങ്കാരത്തിൻ്റെ ഉച്ചിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ പറയുന്നതാ, ഞാൻ ധ്യാനം കൂടാൻ പോയാലേ എൻ്റെ ബിസിനസ് ആര് നോക്കും, എൻ്റെ കട ആര് നോക്കും, എൻ്റെ കൃഷിയിടത്തിൽ അവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും? പ്രിയപ്പെട്ടവരെ, എളിമപ്പെടണമെന്ന് കർത്താവ് പറയുന്നതാ. നീ താഴ്മയോടൊന്ന് നിൽക്ക്, ഒന്ന് എളിമപ്പെട്. ഈ മനുഷ്യനുണ്ടല്ലോ, ഞാൻ പറഞ്ഞ മനുഷ്യൻ, ആ ഭാര്യയും 2 മക്കളെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം എളിമപ്പെട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് അവിടുത്തെ ഡയറക്ടർ അച്ഛൻ്റെ മുമ്പിൽ ചെന്ന്, പ്രിയപ്പെട്ടവരെ, എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ നിൽപ്പ് നിങ്ങൾക്കൊന്ന് ഭാവന കാണാൻ പറ്റുമോ? ഒന്നുമില്ല, ജീവിക്കാൻ ഒന്നുമില്ല, ഭക്ഷണമില്ലെന്ന്. ആ അവസ്ഥയിൽ ആ മനുഷ്യൻ നിൽക്കുന്നത്. ആ എളിമയാ കർത്താവ് കണ്ടത്.
ആ എളിമയെ കർത്താവ് കണ്ടത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞത്, അവിടുന്ന് ഈ ദാസിയുടെ എളിമയെ തൃക്കൻ പാർത്തു. ഹല്ലേലൂയ. അവരൊക്കെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരിക്കല് ഒരു സഹോദരി, അവര് ഒരു ഗവൺമെന്റ് സർവീസിലെ ഉദ്യോഗസ്ഥയാണ്. അവരെന്നെ ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ഫോണിലൂടെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? എന്താ? എൻ്റെ കുടുംബത്തിൽ എനിക്ക് സമാധാനമില്ല. എൻ്റെ ഭർത്താവ് എൻ്റെ അമ്മായിമ്മ പറയുന്ന കേട്ട് എന്നെ നിരന്തരം പീഡിപ്പിക്കുക. രാത്രി സ്വസ്ഥമായി ഞാൻ ഉറങ്ങിയിട്ട് നാളുകളായി. എനിക്ക് സമാധാനമില്ല, എനിക്ക് സ്വസ്ഥതയില്ല. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ഉറപ്പിച്ചോ? അപ്പോൾ പറയുക, ഉറപ്പിച്ചെന്ന് മാത്രമല്ല, ഏറ്റവും വില കൂടിയ ഒരു കുപ്പി വിഷം ഞാൻ എൻ്റെ അലമാരയിൽ എൻ്റെ തുണികൾക്കിടയിൽ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ചുമ്മാ വെറുതെ ഡൂക്കളി വിഷമൊന്നുമല്ല. കുടിച്ചിട്ട് പിന്നെ കുറേ നേരമൊന്നും കിടക്കാൻ പാടില്ല. കുടിച്ചാൽ കൂടിപ്പോയ 5 മിനിറ്റ് അതിനുള്ളിൽ തീരണം. അങ്ങനെയുള്ള വിഷം, വില കൂടിയ സാധന വാങ്ങിച്ചു വെച്ചിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ചോദിച്ചു, സഹോദരി, നിനക്ക് 2 മക്കളില്ലേ? 2 ആൺകുട്ടികളുണ്ട്. അന്ന് മൂത്ത കൊച്ചു പഠിക്കുന്നത് 6ാം സ്റ്റാൻഡേർഡിൽ, ഇളയ കൊച്ചു പഠിക്കുന്നത് 4ാം സ്റ്റാൻഡേർഡിൽ. ഞാൻ ചോദിച്ചു, 2 ആൺമക്കളില്ലേ? നിന്റെ ഭർത്താവ് ചെറുപ്പക്കാരനാ, അവൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാ. നീ മരിച്ചാൽ അവൻ 1 മാസം കഴിയുന്നതിന് മുമ്പ് വേറെ കല്യാണം കഴിക്കും, വേറെ പെണ്ണ് വരും. പിന്നെ അവളായിരിക്കും നിൻ്റെ 2 മക്കളെ നോക്കുന്നത്. അവള് ഈ മക്കളെ നോക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, അതിനും ഞാൻ മാർഗം കണ്ടിട്ടുണ്ട്. ഞാനങ്ങനെ മണ്ടത്തിലൊന്നും ചെയ്യത്തില്ല. എൻ്റെ മക്കളെ ഇവിടെ ആക്കിയിട്ട് പോകത്തില്ല. ഞാൻ ആദ്യം 2 മക്കൾക്ക് വിഷം കൊടുക്കും. എൻ്റെ 2 മക്കൾക്ക് വിഷം കൊടുക്കും. എന്നിട്ട് ഞാൻ വിഷം കുടിച്ച് മരിക്കും. ഞാൻ ചോദിച്ചു, ഈ വിഷം കുടിച്ച് മരിച്ചാൽ നിന്റെ പ്രശ്നം തീരുമോ? അവൾ പറഞ്ഞു, എൻ്റെ ബ്രദറെ, ഇതോടെ പ്രശ്നം തീരും, എല്ലാം പ്രശ്നം തീരും. ഞാൻ ചോദിച്ചു, ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമില്ലേ? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞതാ, ഭയങ്കര ഡിഗ്രിയൊക്കെ ഉള്ളവളാ, PG ഡിഗ്രി ഉള്ളവളാ. PG ഡിഗ്രി ഉണ്ട്, PSC ടെസ്റ്റ് എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റ് കയറി ജോലി കിട്ടിയ ഒരു പെണ്ണ, നിസ്സാര കാര്യമൊന്നുമല്ല. അവളെന്നോട് പറഞ്ഞതാ, ബ്രദറെ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ആത്മാവെന്നൊക്കെ പറയുന്നത് വായുവിലങ്ങോട്ട് ലയിച്ചു തരുമെന്നാണ് പറയുന്നത്. നമുക്ക് PhD കൊടുക്കേണ്ടതാ. എന്നാ കണ്ടുപിടുത്തം അത്? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരി, മനസ്സിലാക്കുക, സഭയുടെ പ്രബോധനം അനുസരിച്ച് എന്താണെന്നറിയാമോ? ഒരു വ്യക്തി മരിച്ചാൽ മരിക്കുന്ന സമയത്ത് മാരകപാപത്തോടെയാണ് മരിക്കുന്നതെങ്കിൽ ആത്മാവ് നരകത്തിൽ പോകുമെന്ന കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1035 പറഞ്ഞു വെച്ചിരിക്കുന്നത്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ആ മരിച്ചാൽ പിന്നെ നമ്മൾ ഈ വേദനയൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, അറിയും. 1998 വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമുക്ക് നൽകിയൊരു പുസ്തകമുണ്ട്, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ പുസ്തകം. ആ പുസ്തകത്തിൻ്റെ 22ാം അധ്യായം എന്താണെന്ന് അറിയാമോ? മരണാനന്തര ജീവിതത്തെക്കുറിച്ച്. അവിടെ പറയുകയാണ്, അന്തിമോത്ഥാനത്തോടെ മാത്രമേ മരണാനന്തര ജീവിതം ആരംഭിക്കുന്ന ആരും കരുതേണ്ടതില്ല. ഈ ലോക ജീവിതത്തിനപ്പുറത്ത് ശരീരം അഴിയുന്നതോടെ ആത്മീയാംശം ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു ഇടക്കാലഘട്ടമുണ്ട്. ഈ ഇടക്കാലഘട്ടമാകട്ടെ ബോധവും ചിന്തയും മനസ്സുമുള്ള മാനുഷിക വ്യക്തിത്വമായിരിക്കും. എന്ന് പറഞ്ഞാൽ, ഞാനാകുന്ന വ്യക്തി ഈ ശരീരമില്ലെന്ന് മാത്രം. എൻ്റെ ആത്മീയ അംശത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് കൊടുത്ത ബോധ്യം ആ പുസ്തകത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ബോധമുണ്ട്, ചിന്തയുണ്ട്, മനസ്സുണ്ട്, എല്ലാം അറിയാൻ പറ്റും. അതുകൊണ്ടാണ് അഗ്നി തടാകത്തിൽ വീണ് കിടക്കുന്ന ധനവാൻ അബ്രഹാത്തോട് പറയുക, പിതാവേ, സഹോദരന്മാരുടെ അടുക്കലേക്ക് നയിക്കണമേ എന്ന്. അവന് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, അവന് ബോധമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഫോണിലൂടെ ഞാൻ വളരെ വിശദമായിട്ട് ഈ സഹോദരിയോട് ഞാനിതൊക്കെ പങ്കുവെച്ചു. നീ ഇന്ന് മരിച്ചാൽ നിന്റെ ആത്മാവ് നരകത്തിൻ്റെ അവസ്ഥയിലേക്കല്ലേ പോകുന്നത്? നീ 2 മക്കൾക്ക് വിഷം കൊടുക്കുമ്പോൾ നീ കൊലപാതകം ചെയ്തിട്ടില്ലേ നീ മരിക്കുന്നത്? ആത്മഹത്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? നീ ഒരുപാട് പഠിച്ചവളല്ലേ? ആ വാക്കിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിച്ച്. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കൊല്ലുന്ന പ്രവൃത്തിയല്ലേ നീ ചെയ്യുന്നത്? ഇവിടെല്ലാം കേട്ടിട്ട് കുറേ നേരം എന്നോട് മിണ്ടുന്നില്ല. ഞാൻ ചോദിച്ചു, സഹോദരി, ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? നീ ഫോൺ കട്ട് ചെയ്തോ? ഇല്ല ബ്രദറെ, കേൾക്കുന്നുണ്ട്. അവളെന്നോട് പറഞ്ഞതാ,
എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നുവെന്ന്. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, ഒരുപാട് അറിവുണ്ട്, ഒത്തിരി പുസ്തകം വായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമില്ലെന്ന്. ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമില്ല. ജീവിതം നശിപ്പിക്കുക, നാശത്തിൻ്റെ അവസ്ഥയിലേക്ക് ജീവിതത്തെ തള്ളിവിടുന്ന ഒരുപിടി മനുഷ്യര്. അവസാനം ആ സഹോദരി എന്നോടൊരു കാര്യം പറഞ്ഞു, ബ്രദറെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ അനുഭവിക്കുന്ന വേദനകൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിൻ്റെ അമ്മായിയമ്മയുടെ പ്രായം ഒന്ന് പറയാമോ? നിൻ്റെ അമ്മായിയമ്മയുടെ പ്രായം ഒന്ന് പറയാമോ? ആ സഹോദരി എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മായിയമ്മയ്ക്ക് 72 വയസ്സ് പ്രായമുണ്ട്. 72 വയസ്സ്. ഞാൻ ചോദിച്ചു, ഈ അമ്മായിയമ്മ ഇനി എത്ര വർഷം കൂടെ ജീവിക്കും ഈ ഭൂമിയിൽ? ഒരു 100 വർഷം? ഇല്ല ബ്രദറെ, അത്രയൊന്നുമില്ല. ഒരു 50 വർഷം? അതുമില്ല. ഒരു 25 വർഷം? ഉറപ്പില്ല. കാരണം ഡയബറ്റിക് ഉണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഒട്ടുമിക്ക രോഗങ്ങളും ഉണ്ട്. ഹോൾസെയിൽ എടുത്തിരിക്കുക. കൂടിപ്പോയ ഒരു 10 വർഷം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സഹോദരി, കൂടപ്പിറപ്പേ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു 10 വർഷം കൂടെ അവരെ ഒന്ന് സഹിച്ചൂടെ? ഒരു 10 വർഷം കൂടെ അവരെ ഒന്ന് സഹിച്ചൂടെ? അവരാണല്ലോ നിന്റെ പ്രശ്നം. ഒരു 10 വർഷം കൂടെ അവരെ ഒന്ന് സഹിക്ക്. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? ആ നരകത്തിൻ്റെ അവസ്ഥയിൽ ഒരു കാലയളവില്ല. നിത്യകാലം നീ ആ വേദനയെ കിടക്കേണ്ടി വരും. 1-2 വർഷമല്ല, നിത്യകാലം. അവിടുന്ന് പിന്നെ ഒരു മോചനമില്ല. നീ അവിടെ കിടക്കേണ്ടി വരും, ആ വേദന അനുഭവിക്കേണ്ടി വരും. അതാണോ നല്ലത്? ഇത് 10 വർഷം കൂടെ സഹിക്കുന്നതാണോ നല്ലത്? അവൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ഇതങ്ങോട്ട് സഹിച്ചോളാം. അപ്പോഴേക്ക് ഞാൻ ഇങ്ങനൊന്നുമല്ല, ഞാൻ ഈ നരകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഫൗസീന സിസ്റ്ററിന് കർത്താവ് വെളിപ്പെടുത്തിയ ബോധ്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പങ്കുവെച്ചു. അങ്ങനെ പങ്കുവെച്ചിട്ട് എല്ലാം കേട്ടിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഈ 10 വർഷം കൂടെ, 10 പോകത്തില്ല ബ്രദറെ, 10 പോകത്തില്ല, അതിനു മുമ്പ് തള്ള തട്ടിപ്പോവും, ഞാൻ ഇത് സഹിക്കാൻ തീരുമാനമെടുത്തെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ ഇന്ന് മുതൽ നീ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. ചിലപ്പോൾ ആ അമ്മയ്ക്ക് മാനസാന്തരം ഉണ്ടായാലോ? സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, കേൾക്കണോ നിങ്ങൾക്ക്? വർഷങ്ങൾ കടന്നുപോയി. ഈ സഹോദരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവളുടെ ഭർത്താവിന് മാനസാന്തരം ഉണ്ടായി. അവളുടെ ഭർത്താവ് അവളെ ഹൃദയതുല്യം സ്നേഹിക്കാൻ തുടങ്ങി. രണ്ടുപേരും അടയും ചക്ര എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ സ്നേഹിക്കുന്നത്. അങ്ങനെ സ്നേഹിച്ച് ആ സ്നേഹത്തിൻ്റെ നിറവില് രണ്ടുപേരും ജോലിക്കാരാ. ജോലിയെടുത്ത് ഒരു നല്ലൊരു വീട് വെച്ചു, വലിയൊരു വീട് വെച്ചു. ആ വീടിൻ്റെ വെഞ്ചരിപ്പിന് എന്നെ വിളിച്ചു. ഞാൻ ആ വീടിൻ്റെ വെഞ്ചരിപ്പിനവിടെ ചെന്നു. പ്രിയപ്പെട്ടവരെ, ഓടി നടന്ന് ആൾക്കാരെയൊക്കെ സ്വീകരിക്കുന്ന, ഭക്ഷണം കൊടുക്കുന്ന ആ സഹോദരിയെ കണ്ടിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചു. ഒറ്റയ്ക്ക് വിളിച്ച് ആ മൂലയ്ക്കോട്ട് നിർത്തി ചോദിച്ചു, സഹോദരി, ദേ അന്ന് ഫോണിലൂടെ എന്നോട് പറഞ്ഞില്ലേ വിഷക്കുപ്പിയിരിപ്പുണ്ട്, മക്കൾക്കും കൊടുത്ത് മരിക്കാൻ പോവുകയാണെന്ന്. അന്നത് ചെയ്തിരുന്നെങ്കിൽ ഈ വലിയ വീട്, ഈ ഓടി നടന്ന് ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ പറ്റുമായിരുന്നോ നിനക്ക്? അവൾ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ, അതെന്നെ ഓർമ്മിപ്പിക്കല്ലേ, ആ മണ്ടത്തരം ചിന്തകൾ എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഇന്ന് ഞാൻ പറയട്ടെ, ഇന്ന് ഈ ഭൂമിയിൽ ഞാൻ പറയും, ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമില്ല. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എവിടെയാ മാറ്റം ഉണ്ടായത് പ്രിയപ്പെട്ടവരെ? എവിടെയാ മാറ്റം ഉണ്ടായത്? അവൾ കർത്താവിൻ്റെ താഴ്മയുള്ള കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് അവളുടെ ജീവിതത്തിൽ ഇടപെട്ടു. ഇവിടെ മക്കളൊക്കെ ഉണ്ടല്ലോ, ഇന്ന് ഉന്നത നിലയെ പഠിച്ചുകൊണ്ടിരിക്കുക, നല്ല നിലയെ പഠിച്ചുകൊണ്ടിരിക്കുക. ആ മക്കളെയൊക്കെ കർത്താവ് അങ്ങോട്ട് ഉയർത്തി. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഞാൻ പറയുക, ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. ജീവിതത്തിലെ പ്രശ്നങ്ങൾ, രോഗമാകട്ടെ, കടബാധ്യതയാകട്ടെ, ബുദ്ധിമുട്ടുകളാകട്ടെ, അപവാദങ്ങളുമാകട്ടെ, എല്ലാവരാലും ഒറ്റപ്പെട്ട സാഹചര്യങ്ങളാകട്ടെ, എന്തു വന്നാലും ഒരൊറ്റ ചിന്ത മാത്രം മതി മനസ്സിൽ, എന്നെ വിളിച്ചവൻ വിശ്വസ്തന, എന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്, അവൻ എൻ്റെ കൂടെയുണ്ട്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്കൊന്ന് സ്തുതിച്ചാലോ? കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വചനം കേൾക്കുന്ന ആയിരക്കണക്കിന് മക്കൾ, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് മക്കൾ വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ എത്രയോ പ്രാവശ്യം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ആത്മഹത്യയ്ക്ക് വേണ്ടി അവർ ആഗ്രഹിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. ആ മക്കളുടെ ജീവിതത്തിൽ ഈ വചനം അതിശക്തമായ ഒരു അഭിഷേകമായി തീരാൻ കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്നു അപ്പാ, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും നമ്മൾ നോക്കേണ്ടത് കർത്താവിൻ്റെ മുഖത്തേക്കായിരിക്കണം. 23-ാം സങ്കീർത്തനം നമുക്കറിയാവുന്ന സങ്കീർത്തനമാണ്, നമുക്കൊക്കെ പരിചയമുള്ളൊരു സങ്കീർത്തനമാണ്. അതിൽ ദാവീദ് സങ്കീർത്തകൻ ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇത്ര മനോഹരമായ സങ്കീർത്തനം. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എന്നെ നടത്തുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. എത്ര മനോഹരം അത് കേൾക്കാൻ. ഇത് കേൾക്കുമ്പോൾ, ഇത് വായിക്കുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഭാവന കാണുമായിരുന്നു. ദാവീദ് രാവിലെ ഉണരുമ്പോൾ കർത്താവിൻ്റെ അടുക്കലാണ്. കർത്താവ് ചോദിക്കും: മോനെ ദാവീദേ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് വേണ്ടത് നിനക്ക്? ചപ്പാത്തി വേണോ, പുട്ട് വേണോ, ഇഡ്ഡലി വേണോ, ദോശ വേണോ, നിനക്ക് എന്താ വേണ്ടത്? ചോദിച്ചാൽ മതി, കെട്ടിയിറക്കി കൊടുക്കും. നടക്കുന്ന സ്ഥലം എന്താണ്? മനോഹരമായ പുൽത്തകിടി, പ്രശാന്തമായ ജലാശയം. ഇത്രയും സുഖമായി ജീവിക്കുന്ന മനുഷ്യർ ലോകത്ത് വേറെ ഉണ്ടാകുമോ? പക്ഷെ വായിച്ചു വന്നപ്പോൾ, താഴേക്കെത്തിയപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു ഞെട്ടലുണ്ടായി. എന്താണെന്നറിയാം? അവിടെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ചിന്തിച്ചെന്താണെന്നറിയാമോ? ഈ ദാവീദിൻ്റെ കഥ സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചു. ദാവീദിൻ്റെ മകനായ അബ്സലോം ദാവീദിനെ കൊല്ലാൻ വേണ്ടി കൂട്ടുകാരുമായി ഇറങ്ങിത്തിരിച്ചപ്പോൾ കൊട്ടാരം വിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന അപ്പൻ ദാവീദ് വനത്തിൽ പോയി നഗ്നപാതനായി ഗുഹയ്ക്കുള്ളിൽ കയറി ഒളിച്ചിരിക്കുന്ന ദാവീദ്. പ്രിയപ്പെട്ടവരെ, ആ വനത്തിൽ പകലത്തെ ചൂടും രാത്രിയിലെ മഞ്ഞും സഹിച്ച് അവൻ ഒളിച്ചു താമസിക്കുക. ഈ ദാവീദാ പറയുന്നത്: കർത്താവ് ഇടയന, എനിക്കൊന്നിനും കുറവില്ലെന്ന്, എനിക്കൊന്നിനും ബുദ്ധിമുട്ടില്ലെന്ന്. ഈ ദാവീദിനോട് ഞാനൊന്ന് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ദാവീദേ, ഒരു നിമിഷം ഒന്ന് നിൽക്ക്, ഞാനൊന്ന് ചോദിക്കട്ടെ. നീ എന്താ പറഞ്ഞത്? നിനക്കൊന്നിനും കുറവില്ല, നിനക്കെല്ലാം സുഖമാണ്, പുൽത്തകിടിയുണ്ട്, ജലാശയമുണ്ട്, ഇടയൻ കൂടെയുണ്ടെന്നൊക്കെ. നിൻ്റെ കഥ ഞാൻ അറിഞ്ഞു, നിൻ്റെ കഥ ഞാൻ വായിച്ചു. എന്താ നിൻ്റെ കഥ? നിൻ്റെ മകൻ നിന്നെ കൊല്ലാൻ വേണ്ടി പട്ടാളക്കാരുമായി ഇറങ്ങി, കൂട്ടുകാരുമായി ഇറങ്ങി. മകനെ പേടിച്ച് കൊട്ടാരം വിട്ട് നീ വനത്തിലല്ലേ നീ താമസിക്കുന്നത്. അപ്പോൾ ദാവീദ് എന്തായിരിക്കും പറയുന്നതെന്നറിയാമോ? ദാവീദ് പറയും: സഹോദര, 23-ാം സങ്കീർത്തനം 2 വചനം കൊണ്ടും 3 വചനം കൊണ്ടും അല്ല അവസാനിക്കുന്നത്. അടുത്ത വചനം ഒന്ന് വായിക്കും. എന്താ അടുത്ത വചനം? അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല, ഞാനൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല. എനിക്കറിയാം, ഏത് സമയവും എൻ്റെ മകൻ എന്നെ കണ്ടുമുട്ടും. അവൻ എന്നെ കണ്ടാൽ അവൻ എന്നെ കൊല്ലും. എനിക്കതറിയാം. എൻ്റെ പിന്നിൽ മരണത്തിൻ്റെ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട്. എൻ്റെ മുമ്പിൽ കണ്ണടയ്ക്കുമ്പോൾ മരണത്തെ ഞാൻ കാണുന്നുണ്ട്. എനിക്കറിയാം അത്. പക്ഷേ എനിക്ക് ഭയമില്ല. എന്താ കാരണമെന്നറിയാമോ? എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഇതുപോലെ പറയാൻ പറ്റണം: മരണമേ, നീ എൻ്റെ അടുത്ത് വന്നാലും എനിക്ക് ഭയമില്ല. കാരണം എന്നെ സൃഷ്ടിച്ചവൻ, ജീവൻ തന്നവൻ, അവൻ എൻ്റെ കൂടെയുണ്ട്, അവൻ എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെടുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ബോധ്യം കിട്ടിയാലുണ്ടല്ലോ, ഈ ബോധ്യം കിട്ടിയാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു വ്യക്തി തകർന്നു പോകത്തില്ല. ഉറപ്പത്. ഞാൻ ബൈബിളിൽ ഒരു പിടി മനുഷ്യരെ ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഒരു പിടി മനുഷ്യരെ ഞാൻ കണ്ടു. ആ മനുഷ്യരുടെയൊക്കെ ജീവിതം എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. എന്താ പാഠം എന്നറിയാമോ? ജീവിതത്തിലെ ഏറ്റവും അവസാനം എന്ന് പറയുന്നത് മരണമല്ല. നമ്മുടെയൊക്കെ ധാരണയത്, നമ്മുടെയൊക്കെ ചിന്തയാ. ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ മരണമാണെന്ന്. മരണമല്ല പ്രിയപ്പെട്ടവരെ. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം എന്താ സ്നേഹിച്ചത്? ദൈവം എന്തിനാ സ്നേഹിച്ചത്? നമുക്ക് നിത്യജീവൻ തരാൻ വേണ്ടിയിട്ടാ. എന്താ ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിനപ്പുറത്ത് കർത്താവിൻ്റെ കൂടെ നിത്യമായുള്ള ജീവിതം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം കർത്താവ് ഇങ്ങനെയാ പറയുന്നത്: നിങ്ങളുടെ ഹൃദയം
അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോകുന്നുവെന്ന് പറയുമായിരുന്നു. ഞാൻ പോയി ഭവനം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, ആ വാക്കാണ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത്. എന്താ ഈശോ പറയുന്നത്? ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളായിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂടെ തൃത്വൈക ദൈവമായ ഞങ്ങള് ആരൊക്കെയാ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഞങ്ങള് സ്വർഗത്തിലെ ഏറ്റവും ഉയരത്തില് ഏറ്റവും നല്ല സ്ഥലത്ത് ഞങ്ങളിരിക്കുന്നതിൻ്റെ താഴെയായിട്ട് പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും അങ്ങനെ അവരൊക്കെ ഇരിക്കും. അതിൻ്റെ താഴെയായിട്ട് ബാക്കിയുള്ള കുറേ വിശുദ്ധരിയിരിക്കും. അങ്ങനെ ഏറ്റവും അവസാനം സ്വർഗത്തിൽ ഒരു വരാന്ത ഉണ്ടാക്കി, ഒരു ഷെഡുണ്ടാക്കി നിങ്ങളെ ഷെഡിലിരുത്താമെന്നല്ല കർത്താവ് പറയുന്നത്. അങ്ങനെയല്ല കർത്താവ് പറയുന്നത്. ഞാനായിരിക്കുന്നിടത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയായിരിക്കുന്നത്? പിതാവിൻ്റെ വലതുഭാഗത്തെങ്കിൽ അവിടെ എൻ്റെ അപ്പൻ്റെ മടിയിൽ ഞാൻ ഇരുന്നാൽ നിങ്ങളെ ഞാൻ അവിടെ ഇരുത്തും. ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വരും. ഈ ഒരു ബോധ്യമുള്ള ക്രിസ്ത്യാനി, എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്ത് വന്നാലും പതറിപ്പോകത്തില്ലെന്ന്. ജീവിതത്തിൽ എന്തോ വന്നോട്ടെ, കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെ 11 പേരെയും, യോഹന്നാൻ്റെ കഥ മാത്രം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് അറിവില്ല. ബാക്കിയുള്ള 11 പേരുടെ ജീവിതം പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കണം. അവരുടെയൊക്കെ ജീവിതം മുഴുവൻ അതിഭയങ്കര വേദനകളിലൂടെ കടന്നു പോയതാണ്. അല്ല, ഒരാളുടെ കഥ മാത്രം ഞാൻ പറയാം. ബർത്തലോമിയ എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു കർത്താവിന്. അതാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്ന ഫിലിപ്പോസ് കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, നഥനയേൽ എന്ന് പറയുന്നത്. അയാളുടെ മറ്റൊരു പേരാണ് ബർത്തലോമിയ. ഈ ബർത്തലോമിയയെ നീറോ ചക്രവർത്തിയുടെ ആൾക്കാർ പിടിച്ചോണ്ട് പോയി ക്രിസ്തുവിനെ ഉപേക്ഷിക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞു. നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു, കൊന്നോളാൻ പറഞ്ഞു. അവനെ ചാട്ട കൊണ്ടടിച്ചു, അവനെ വലിയ കുന്തം കൊണ്ട് കുത്തി, അവനെ ഒരുപാട് പീഡിപ്പിച്ചു. എന്നിട്ടൊന്നും അവൻ യേശുവിനെ ഉപേക്ഷിക്കുന്നില്ല. അവസാന രാജകൽപ്പന എന്താണെന്നറിയാമോ? അവൻ്റെ ശരീരത്തിലെ തൊലി മൊത്തം ഉരിഞ്ഞെടുക്കാൻ ഒരു കല്ലിൽ അങ്ങോട്ട് കെട്ടി നിർത്തിയിട്ട് ശരീരത്തിലെ തൊലി, ജീവനോടെ തൊലി മൊത്തം അങ്ങോട്ട് ഉരിഞ്ഞെടുത്തു. നിങ്ങൾക്കിന്ന് ഭാവന കാണാൻ പറ്റുമോ? ബർത്തലോമിയ ശിഷ്യൻ നിൽക്കുന്ന, ആ അപ്പസ്തലൻ നിൽക്കുന്ന നിൽപ്പ്, ശരീരത്തിൻ്റെ തൊലി മുഴുവൻ ഉരിഞ്ഞു മാറ്റിയിട്ട് രക്തമിങ്ങനെ തുളുമ്പുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ അവസ്ഥയിൽ നിന്നിട്ടും ബർത്തലോമിയ ചിരിച്ചുകൊണ്ട് പറയുക, ഓ മൈ ലോർഡ് ജീസസ്, യു ആർ മൈ ലോർഡ് ആൻഡ് സേവിയർ, ഐ ലവ് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നു. ഇത് കേട്ടപ്പോൾ രാജാവിന് കോപം പൂണ്ടിട്ട് പറഞ്ഞു, ആ കുന്തമെടുത്തവനെ കുത്തടാന്ന് പറഞ്ഞു. ഒരു പടയാളി വന്നൊരു കുന്തമെടുത്ത് അവനെ കുത്തി, ആ കുന്തം ഇപ്പുറത്ത് വന്നു. അങ്ങനെയാ ബർത്തലോമിയ മരിക്കുന്നത്. മരണത്തിൻ്റെ മുമ്പിൽ അവൻ കർത്താവിനെ ഉപേക്ഷിച്ചില്ല, തള്ളി പറഞ്ഞില്ല. അവനറിയാം, ഈ ലോക ജീവിതത്തിനപ്പുറത്ത് എൻ്റെ കർത്താവിൻ്റെ കൂടെ ഒരു ജീവിതമുണ്ട് എനിക്ക്. ഹല്ലേലൂയ. ശബ്ദത്തിൽ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ബർണദീത്ത എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1858 കാലഘട്ടത്തിൽ അവള് ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി. അവൾക്കാണ് പരിശുദ്ധ മാതാവ് ലൂർദിൽ പ്രത്യക്ഷപ്പെടുന്നത്. ലൂർദ് മാതാവ് അവൾക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ഈ ബർണദീത്തയുടെ അപ്പൻ, അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റിൽ കണ്ണിൻ്റെ കാഴ്ച പോയി. ധാന്യം പൊടിക്കുന്ന മില്ലിൽ ജോലിയായിരുന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ധാന്യം മോഷ്ടിച്ചു എന്ന കള്ളക്കേസുണ്ടാക്കി ഈ മനുഷ്യനെ ജയിലിലടച്ചു. വീട്ടിൽ പട്ടിണിയായി, വീട്ടിൽ ഭക്ഷണമില്ല. ബർണദീത്തയുടെ ഇളയൊരു കൊച്ച് ഭക്ഷണമില്ലാതെ മരിച്ചുപോയി. അതിനിളയൊരു കൊച്ചുണ്ട്. ആ കൊച്ച് വിശന്ന് കരയുന്ന സമയത്ത് ഈ ബർണദീത്ത എന്ന കൊച്ചുകുട്ടി, വളരെ കുഞ്ഞവള്, ഈ ഇളയ സഹോദരൻ കരയുന്ന കണ്ടപ്പോൾ, അവന് കൊടുക്കാൻ ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ ആ കൊച്ചിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് തൊട്ടടുത്ത് പള്ളിയുടെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയി. സെമിത്തേരിയിലെ കല്ലറയിൽ ആൾക്കാർ കത്തിച്ചു വെച്ച് ഉരുകി വീണ മെഴുകുതിരി ഉണ്ടല്ലോ, ആ മെഴുക് വാരി ഈ കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മോൻ തിന്നാൻ പറഞ്ഞു. എന്നിട്ട് അവൾ ഒരു പിടി മെഴുകുവാരി വായി വെച്ച്
തിന്ന് കാണിച്ചു കൊടുത്തു ആങ്ങളയ്ക്ക്. രണ്ടുപേരും കൂടെ തിന്നിയ ആ അവസ്ഥയിലുള്ള കുഞ്ഞിനാ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവർക്ക് വലിയ വീടും സുഖസൗകര്യങ്ങളും കാറും എസ്റ്റേറ്റും ഒന്നും മാതാവ് കൊടുത്തില്ല. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് ശേഷം പ്രിയപ്പെട്ടവരെ, ബെർണദീത്ത അവൾ മടത്തിപ്പോയി, മിണ്ടാമടത്തിപ്പോയി. അവൾ കന്യാസ്ത്രീയായി. കന്യാസ്ത്രീയായിരിക്കുന്ന സമയത്ത് അവൾക്ക് ക്യാൻസർ ഉണ്ടാകുന്നത്. ക്യാൻസർ രോഗത്തിൻ്റെ വേദന അവൾക്ക് സഹിക്കവയ്യാതെ രാത്രികളിൽ ഉറക്കമില്ലാതെ അവൾ മുമ്പോട്ട് പോകുമ്പോൾ ആ കോൺവെൻറ്റിലെ മദർ പറഞ്ഞു, നീ ലൂർദിൽ പോയി എന്ന് പ്രാർത്ഥിക്കു വെച്ച് നിനക്ക് ചിലപ്പോൾ സൗഖ്യം കിട്ടുമെന്ന്. ഈ ലൂർദിലെ അത്ഭുതം ഉണ്ടായത് ആരിലൂടെയാ? ബെർണദീത്തായിലൂടെയാ. അവളോടാ പറയുന്നത്, നീ ലൂർദിൽ പോയി പ്രാർത്ഥിക്കാൻ. ബെർണദീത്ത പറഞ്ഞെന്താണെന്നറിയാമോ? അമ്മേ, ലൂർദിലെ അത്ഭുതം അതെനിക്കുള്ളതല്ല, അത് വിശ്വാസത്തിലേക്ക് അനേകരെ കൊണ്ടുവരാൻ ദൈവം സ്വർഗം ഒരുക്കിയതാ. എനിക്കുള്ള ദൈവിക സമ്മാനം ഇതാണമ്മേ. ഞാൻ അനുഭവിക്കുന്ന ഈ വേദനകൾ, ഇതാണ് സ്വർഗം എനിക്ക് തന്നത്. കേൾക്കണോ നിങ്ങൾക്ക്? അവസാനം ബെർണദീത്ത മരിച്ച് 150-ലേറെ വർഷമായി. അവളുടെ ഡെഡ് ബോഡി അഴുകാതെ സുന്ദരമായിട്ട് അത് ഭൂമിയിൽ കർത്താവ് ഇങ്ങനെ ഒരുക്കി കിടത്തിയിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഇടപെടലൊക്കെ ഇവിടെ നമ്മൾ കാണേണ്ടത്. ഈ ഭൂമിയിലെ നക്കാപ്പിച്ച കിട്ടുന്നതല്ല പ്രിയപ്പെട്ടവരെ. അത് ദൈവത്തിനറിയാം, ദൈവം നമുക്ക് തരും. അതിനേക്കാളൊക്കെ ഒരുപാട് അപ്പുറത്തുണ്ടല്ലോ കർത്താവ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ ആനന്ദമുണ്ടെന്ന്. വലിയ ആനന്ദം. ഈ ആനന്ദത്തിലേക്കാ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് മനുഷ്യനൊക്കെ പരക്കം പായുന്നത് ഈ ലോകത്തിൻ്റെ ആനന്ദത്തിന് വേണ്ടിയിട്ടാ. മദ്യം തരുന്ന ആനന്ദം, അല്ലെങ്കിൽ കുറേ പണം ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ആനന്ദം, വലിയ ജോലി ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ആനന്ദം, വലിയ അധികാരം ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ആനന്ദം. ഇതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. അതിനേക്കാൾ അപ്പുറത്തൊരു ആനന്ദമുണ്ട്. ആ ആനന്ദം അനുഭവിക്കുന്നവനായി പറയുന്നത്. പ്രിയപ്പെട്ട ബാബു ബ്രദർ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, 32 വർഷമായി കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ആളാണെന്ന്. പ്രിയപ്പെട്ടവരെ, 1992 ഒരു കരിസ്മാറ്റിക് കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഞാനൊരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. ഞാൻ മൂക്കറ്റം മദ്യപിക്കുമായിരുന്നു, ഞാൻ പുകവലിക്കുമായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് കോളേജിലേക്ക് പോകുമ്പോൾ അരയിൽ ബുള്ളറ്റ് ചെയിനും കെട്ടിക്കൊണ്ടു പോകുമായിരുന്നു. കടാരയും പേനാക്കത്തിയും ഫയലിനിടയ്ക്ക് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ ജീവിച്ചൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ സിനിമാ തിയേറ്ററുകൾ കയറിയിറങ്ങി അവിടെ ഞാൻ ആനന്ദം കണ്ടു. ഉത്സവ പറമ്പുകളിൽ പോയി കലാപരിപാടികൾ കണ്ട് ഞാൻ അവിടെ ആനന്ദം കണ്ടവനാ. ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളുടെ പിന്നാലെ, മദ്യത്തിൻ്റെയും അല്ലെങ്കിൽ ലഹരിയുടെയും പിന്നാലെ ആനന്ദം കണ്ട് ജീവിച്ചവനാ ഞാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഹൈന്ദവ പെൺകുട്ടിയുമായി ഞാൻ പ്രണയത്തിലാകുന്നത്. ആ പ്രണയം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിലൊക്കെ വലിയ കോളിളക്കം ഉണ്ടാക്കി. എൻ്റെ മാതാപിതാക്കൾ ശക്തമായി എന്നെ അതിൻ്റെ പേരിൽ പിന്നെ ഒരുപാട് വഴക്ക് പറയാൻ തുടങ്ങി. മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു. പക്ഷേ എൻ്റെ മാതാപിതാക്കളുടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ നിൽക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ അപ്പച്ചൻ മദ്യപിക്കാറില്ല, എൻ്റെ അപ്പച്ചൻ പുകവലിക്കാറില്ല. എൻ്റെ അപ്പച്ചൻ പള്ളിയിൽ ഉപദേശിയായിരുന്നു, പള്ളിയിൽ വചനം പ്രസംഗിക്കുന്ന ആളായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ അപ്പച്ചൻ്റെ കൂടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലേക്ക് പോകുന്ന ഒരു അമ്മയായിരുന്നു. പ്രിയപ്പെട്ടവരെ, സന്ധ്യയ്ക്ക് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് വീട്ടിൽ തിരികെത്തിച്ച് എൻ്റെ വീട്ടിലെ പ്രാർത്ഥനാ മുറിയിൽ അവിടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിൽ. എൻ്റെ വീട്ടിൽ കൊച്ചൊരു പ്രാർത്ഥനാ മുറി ഉണ്ടായിരുന്നു. എൻ്റെ അപ്പച്ചൻ ഒരു യാത്ര തുടങ്ങുന്നത് ആ മുറി പ്രാർത്ഥിച്ചിട്ടാണ്. ഒരു യാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നാൽ ആ മുറി കയറി പ്രാർത്ഥിച്ചിട്ടേ പച്ചവെള്ളം പോലും കുടിക്കാറുള്ളൂ. എൻ്റെ അപ്പച്ചൻ രാവിലെ ഉണർന്നാൽ ആ മുറി കയറി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അപ്പച്ചൻ മറ്റെന്തെങ്കിലും ജോലിക്ക് പോകാറുള്ളൂ. അങ്ങനെ പ്രാർത്ഥനയിൽ അഭയം കണ്ടെത്തിയ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച ഒരപ്പൻ്റെ മകനായിരുന്നു. ആ മകനാ ഇന്ന് തലതിരിഞ്ഞു പോയത്. ആ മകനാ ലോകത്തിൻ്റെ മുമ്പിൽ പരിഹാസപാത്രമായി മാറിയത്. എൻ്റെ അപ്പച്ചൻ റോഡിലൂടെ ഇറങ്ങിപ്പോകുമ്പോൾ ആൾക്കാർ പറയുമായിരുന്നു, വൈദികനാക്കണമെന്നൊക്കെ പറഞ്ഞ് വളർത്തിക്കൊണ്ടുവന്ന മകനുണ്ടല്ലോ, ഇന്നലെ മദ്യപിച്ചിട്ട് കടത്തിനെ കിടക്കുകയായിരുന്നു, ഇന്നലെ ലക്കില്ലാതെ അവിടെ കിടക്കുകയായിരുന്നു, ഞങ്ങളെ അവിടുന്ന് കുത്തി ഉണർത്തി വീട്ടിലേക്ക് വിട്ടത്. അപമാനത്തോടെ എൻ്റെ അപ്പൻ അപമാനഭാരത്തോടെ നടന്നു പോകുമ്പോൾ എൻ്റെ അപ്പൻ കർത്താവിൽ ആശ്രയം കണ്ടെത്തി, കർത്താവിനോട് പ്രാർത്ഥിച്ചു. 50 നോമ്പിൻ്റെ 50 ദിവസങ്ങളിലും ഡയബറ്റിക് രോഗിയായ എൻ്റെ പിതാവ് ഒരു നേരത്തെ ഭക്ഷണം ഉപവസിച്ച് എൻ്റെ മാനസാന്തരത്തിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
എൻ്റെ അപ്പൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അമ്മയും വീട്ടിലിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇടപെടൽ കേൾക്കണോ? ദൈവം ഇടപെട്ടത് എൻ്റെ കുടുംബത്തിൽ കുറേ സഹനങ്ങൾ കർത്താവ് അനുവദിച്ചു. എൻ്റെ രണ്ടാമത്തെ സഹോദരി ഒരു മാരക രോഗത്തിനടിമയായി. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചു. ആയുർവേദം, ഹോമിയോ, സിദ്ധവൈദ്യം, ഒറ്റമൂലി തുടങ്ങിയ മരുന്നുകൾ എല്ലാം പരാജയപ്പെട്ട് അവസാനം ഡോക്ടർമാർ പറഞ്ഞു 6 മാസത്തിനുള്ളിൽ ഈ സ്ത്രീ മരിച്ചു പോകുമെന്ന്. മരണത്തോട് മല്ലടിച്ച് എൻ്റെ വീട്ടിലൊരു മുറിയിൽ കട്ടിലിൽ കിടക്കുമ്പോൾ സ്വന്തം തലമുടിയൊന്ന് കൈകൊണ്ട് കെട്ടിവെക്കാൻ പറ്റാതെ മരണവേദനയോടെ പിടയുന്ന സമയത്ത് ആരെങ്കിലും തലമുടി കെട്ടിവെച്ചു കൊടുക്കണം, ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ചുണ്ടിൽ വെച്ചു കൊടുക്കണം. അങ്ങനെ കിടക്കുന്ന സമയത്ത് എന്നോട് പറയുമായിരുന്നു, നീ ഒന്ന് മാനസാന്തരപ്പെട്ടാൽ ഞങ്ങളുടെ രോഗം മാറുമെന്ന് പറയും. ആ സമയത്ത് ആ മുറിയിൽ മറ്റൊരു കട്ടിലിൽ എൻ്റെ അമ്മ തളർന്നു കിടക്കുക. എൻ്റെ അമ്മയ്ക്ക് അസ്ഥികൾ തേഞ്ഞു പോകുന്ന രോഗം. എൻ്റെ അമ്മയുടെ രോഗത്തിന് മരുന്നില്ലെന്ന് പറഞ്ഞു. മരണത്തോട് മല്ലടിച്ച് ആ കുടുംബത്തിൽ അമ്മയും സഹോദരിയും കിടക്കുമ്പോൾ എൻ്റെ സഹോദരി പറയും, നീ മാനസാന്തരപ്പെട്ടാൽ അമ്മയുടെ രോഗം മാറും, എൻ്റെ രോഗം മാറുമെന്ന് പറയുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോകുന്ന ചാരായ ഷാപ്പിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, കാലം കടന്നുപോയി. എൻ്റെ മാതാപിതാക്കൾ ശക്തമായി വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് ഇടപെട്ടു. ഞാൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി സ്നേഹബന്ധത്തിൽ നിന്ന് പിന്മാറിപ്പോയപ്പോൾ എനിക്ക് വലിയ ഒരു ആഘാതമായിട്ടത് മാറി. അങ്ങനെ ഞാൻ മരിക്കാൻ തീരുമാനമെടുത്ത് ഒരു പിടി ഉറക്ക ഗുളിക ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ഞാൻ കുടിച്ചു. നേരം വെളുത്തപ്പോൾ ഞാൻ അബോധാവസ്ഥയിലാണ്. വീട്ടുകാരനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാരെ നോക്കിയിട്ട് പറഞ്ഞു രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ കർത്താവിൻ്റെ കരമെന്നെ തൊട്ട് ഞാൻ അപകടനില തരണം ചെയ്ത് ഞാൻ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു. ഈ സംഭവം പറഞ്ഞ് നാട്ടുകാർ, കൂട്ടുകാരെന്നെ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മെർക്കുറി എന്ന് പറയുന്നൊരു കെമിക്കൽ ഒരു സിറിഞ്ചിനകത്ത് നിറച്ച് എൻ്റെ ശരീരത്തിൻ്റെ 3 ഭാഗത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തു. ശാസ്ത്രം പഠിപ്പിക്കുന്നത് മെർക്കുറി മനുഷ്യ ശരീരത്തിലേക്ക് കയറിയാൽ 24 മണിക്കൂറിനുള്ളിൽ മരിച്ചു പോകുമെന്ന. മരിക്കാൻ വേണ്ടി ഞാൻ കാത്തു കിടന്നു. പ്രിയപ്പെട്ടവരെ, 3.5 മാസത്തോളമായിട്ട് ഞാൻ മരിക്കുന്നില്ല. 3.5 മാസത്തോളമൊക്കെ ആയപ്പോൾ ഞാൻ മെർക്കുറി കുത്തിവെച്ച ഭാഗത്ത് മാംസം മുകളിലേക്ക് വളർന്നു വരാൻ തുടങ്ങി. ഇത് കണ്ട വീട്ടുകാർ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു ക്യാൻസർ ആണെന്ന്. ക്യാൻസർ ആണോ എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ബയോപ്സി ടെസ്റ്റ് നടത്തണം. എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. ഓപ്പറേഷൻ്റെ സമയത്ത് എൻ്റെ ബ്ലഡിനോടൊപ്പം ഈ മെർക്കുറി പുറത്തേക്ക് ചാടുന്നു. അടുത്ത ഭാഗം ഓപ്പറേറ്റ് ചെയ്തു. അവിടുന്ന് മെർക്കുറി എടുത്തു. കുറേ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. എൻ്റെ മുറിവൊക്കെ കൊണ്ട് വ്രണം പോലായി. എന്നെ അവിടുന്ന് വീട്ടിൽ പറഞ്ഞു വിട്ടു. മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ നാട്ടുകാർ എന്നെ കാണുമ്പോൾ ചോദിക്കും മെർക്കുറി ഉണ്ടോ എന്ന് ചോദിക്കും. എനിക്ക് കൂട്ടുകാരുടെ ഇടയിൽ ഒരു പുതിയ പേര് കൂടെ കിട്ടി, മെർക്കുറി വർഗീസ് എന്ന്. നാട്ടിലെങ്ങനെ ജീവിക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം ഞാൻ നാടുവിട്ടുപോയി മരിക്കാൻ വേണ്ടി. ഒരു കത്ത് കുറിച്ച് മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ നാടുവിട്ട് എത്തിയത് ചെന്നൈയിലായിരുന്നു. ഇന്നത്തെ ചെന്നൈയിൽ പല പ്രാവശ്യം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. എക്മോളിലെ റെയിൽവേ ട്രാക്ക് തലവെച്ച് മരിക്കാൻ വേണ്ടി പോയി. മറീന ബീച്ചിൻ്റെ കരയിലൂടെ കടലിൽ ചാടി മരിക്കാൻ പോയി. പരാജയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ദൈവം എന്നെ പൊക്കിയെടുത്ത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. 1992 ഏപ്രിൽ മാസത്തിൽ വീട്ടുകാർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉപദേശിക്കാൻ തുടങ്ങി. ഒരു മാറ്റമില്ല. കാലം കടന്നുപോയി എന്ന് ഓർക്കണം. ഏതാനും മാസങ്ങൾ കടന്നുപോയി. 92 നവംബർ മാസത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് 10-12 കിലോമീറ്റർ അകലെ കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോളി ക്രോസ് ഹോസ്പിറ്റലുണ്ട്. അതിന് തൊട്ട് ഓപ്പോസിറ്റ് ഒരു ലത്തീൻ കത്തോലിക്ക സഭയിലെ പള്ളിയുണ്ട്. ആ പള്ളിയുടെ മൈതാനത്ത് വെച്ച് ഒരു വലിയ കരിസ്മാറ്റിക് കൺവെൻഷൻ. വീട്ടുകാർ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവിടെ കടന്നു ചെന്ന് അവിടെ ഒരു സ്കൂളിൻ്റെ വരാന്തയിൽ നോക്കി നിന്ന എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് ഒരു പാട്ടിലൂടെയാണ്. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിതരിക എന്നുള്ള പാട്ട്. ആ പാട്ടെൻ്റെ ജീവിതത്തെ സ്പർശിക്കാൻ തുടങ്ങി. ഞാൻ അറിയാതെ ചിന്തിച്ചു, ഇവിടെ ആരാ കരയുന്നത്, എന്തിനാ കരയുന്നത്? അടുത്തുള്ള വരികൾ കേട്ടപ്പോൾ മനസ്സിലായി, ദൈവമാണ് കരയുന്നത്. ദൈവം എന്തിനാ കരയുന്നത്? അകർത്തി ഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതികൾ, വഷളായി ജീവിക്കുന്നവർ, അവർ ദൈവത്തെ അറിയുന്നില്ല. ചങ്കുപൊട്ടുന്ന വേദനയോടെ ഞാൻ ഈ പാട്ട് കേട്ട് നിൽക്കുമ്പോൾ എന്നോട് ആരോ ചോദിക്കുന്നു, നിന്റെ ദൈവം കരയുന്നതിൻ്റെ കാരണക്കാരൻ നീ കൂടിയല്ലേ? ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ഞാൻ ആ കൺവെൻഷൻ പന്തലിൽ, മഴ ചോർന്നൊലിക്കുന്ന പന്തലിൽ ആ പുറകിൽ പോയിരുന്ന് 5 മണി വരെ ഞാൻ അവിടെ ഇരുന്നു. പ്രിയപ്പെട്ടവരെ, 5-ാം ദിവസം കൺവെൻഷൻ 5-ാം ദിവസം ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു. ഒരു ധ്യാന കേന്ദ്രത്തിൽ യുവതീ യുവാക്കൾക്ക് ഒരു ധ്യാനമുണ്ടെന്ന്. ആ ധ്യാനത്തിൽ പങ്കെടുക്കാൻ കർത്താവിനെ കൊണ്ടുപോയി. ആ ധ്യാനത്തിൽ വെച്ചാണ് ഞാൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന്. ഈ വചനം കേട്ട് ത്രില്ലടിച്ച് ഞാൻ ഇരിക്കുമ്പോൾ അടുത്ത ക്ലാസ് ഇതാണ്: യേശുവാണ് ഏകരക്ഷകൻ. നീ രോഗിയാണോ? അവൻ്റെ കയ്യിൽ സൗഖ്യമുണ്ട്. നീ പാപിയാണോ? അവൻ നിൻ്റെ പാപത്തിന് പരിഹാരമാണ്. നീ വേദനയിലാണോ? അവൻ നിനക്ക് ആശ്വാസമാണ്.
അവൻ്റെ കരങ്ങളിൽ നിന്റെ ജീവിതം കൊടുക്ക്. അടുത്ത ക്ലാസ് ഇതായിരുന്നു, രക്ഷിക്കാൻ സാധിക്കാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തിന് തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുകളിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവം പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ കാരണം എന്താ? നമ്മൾ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിലല്ല. പാപത്തിൻ്റെ അവസ്ഥയിൽ, മദ്യപാനത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളുടെ പിന്നാലെ ഞാൻ ജീവിക്കുന്നത്. ഞാൻ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. കൽപ്പനയുടെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി ഞാനൊരു മഹാപാവിയാണെന്ന്. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ തിരിഞ്ഞും പറഞ്ഞും കിടക്കുക. നേരം വെളുത്തപ്പോൾ ധ്യാനഗുരുവിനെ ചെന്ന് കണ്ടു പറഞ്ഞു, അച്ഛോ എനിക്കിന്ന് സംസാരിക്കണം, എനിക്ക് ഭ്രാന്ത് പിടിക്കും. അച്ഛൻ ചോദിച്ചു, നീ കുമ്പസാരിച്ചില്ലേ? ഇല്ലച്ചോ, ഞാൻ കുമ്പസാരിച്ചില്ല. നീ എന്താ കുമ്പസാരിക്കാത്തത്? ഞാൻ പറഞ്ഞു, ഞാൻ യാക്കോബക്കാരനാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ സഭയിൽ കുമ്പസാരം ഇല്ലേ? ഉണ്ടെന്ന് പറഞ്ഞു. നീ കുമ്പസാരിച്ചിട്ട് വാ, നമുക്ക് സംസാരിക്കാം. ഞാനങ്ങനെ ആ ധ്യാന കേന്ദ്രത്തിലെ ചാപ്പലിൽ ചെന്നപ്പോൾ പരിശുദ്ധ കുർബാന വിളിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ നീ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? എന്നെ ആർക്കും വേണ്ട. മാതാപിതാക്കൾ പറയുന്നു കുടുംബത്തിൻ്റെ ശാപമാടാ നീ എന്ന്. കൂട്ടുകാർ പറയുന്നു നീ ഞങ്ങളുടെ കൂട്ടുകെട്ടിൽ വേണ്ടെന്ന്. എന്നെ ഈ ലോകത്ത് ആർക്കും വേണ്ട, മരണത്തിന് പോലും എന്നെ വേണ്ട. നിനക്ക് വേണോ ജീവിതം? അന്നെൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. ഈ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ നാഥനും ഉടമസ്ഥനും നീയാ. ഇനി നിനക്ക് വേണ്ടാത്തത് എനിക്ക് വേണ്ട. ഞാനിനി മദ്യപിക്കില്ല, ഞാനിനി പുകവലിക്കില്ല, ഉത്സവ പറമ്പുകളിൽ പോകത്തില്ല, സിനിമാ തിയേറ്ററിൽ കയറത്തില്ല, തെറ്റായ സ്നേഹബന്ധം ഉപേക്ഷിക്കുന്നു, ഞാൻ തെറിവാക്കുകൾ പറയത്തില്ല, മാതാപിതാക്കളെ ഞാൻ ധിക്കരിക്കത്തില്ല. ഞാൻ തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവരെ, അന്നെൻ്റെ ജീവിതം കർത്താവിന് കൊടുത്തിട്ട് ഞാൻ കുമ്പസാരിച്ചു. ജീവിതത്തിലെ ആദ്യത്തെ സത്യകുമ്പസാരം. ആ കുമ്പസാരമൊക്കെ കഴിഞ്ഞ് ഞാൻ അഭിഷേക പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് കൊല്ലത്തിൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അപ്പച്ചൻ എന്നോട് ചോദിച്ചു, മോനെ ധ്യാനം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് ഞാൻ മുറി കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ പാവം എൻ്റെ അപ്പൻ അമ്മച്ചിനടുക്ക് ചെന്നിട്ട് പറയും, ധ്യാനം നന്നായിരുന്നു എന്നാണ് പറഞ്ഞത്. ആർക്കറിയാം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ? അമ്മ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുകയല്ലേ, എത്ര വർഷത്തെ പ്രാർത്ഥനയാ, ദൈവം അവൻ എന്തെങ്കിലും ഒരു മാറ്റം കൊടുക്കും, നിങ്ങൾ നിരാശപ്പെടല്ലേ. കുറേ സമയം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ അമ്മച്ചിയോട് പറഞ്ഞു, നീ ഭക്ഷണം വിളമ്പിയൊക്കെ ഞാൻ വിളിച്ചുകൊണ്ട് വരാം. എൻ്റെ അമ്മ അടുക്കളയിൽ പോയി ഭക്ഷണം വിളമ്പുമ്പോൾ എൻ്റെ അപ്പച്ചൻ എന്നെ വിളിക്കാൻ മുറിയിലേക്ക് വന്നു. ആ മുറിയിൽ ഞാനില്ല. അടുത്ത മുറിയിൽ ഞാൻ എന്നെ നോക്കി, അവിടെ ഞാനില്ല. അപ്പച്ചൻ മുറ്റത്തിറങ്ങി നോക്കി, അവിടെ ഞാനില്ല. എൻ്റെ അപ്പച്ചന് മനസ്സിലായി, ഒരാഴ്ച മദ്യപിക്കാത്തതിൻ്റെ പലിശ സഹിതം കുടിക്കാൻ ഷാപ്പിലേക്ക് പോയി. ഈ ദുഃഖം ആരോട് പറയും? അമ്മയോട് പറഞ്ഞാൽ ചിലപ്പോൾ അമ്മ അടുക്കളയിൽ പിടഞ്ഞു വീണ് മരിക്കും. എൻ്റെ അപ്പൻ നിരാശയോടെ ആ മുറ്റത്ത് നിന്ന് കുറേ നേരം കരഞ്ഞിട്ട് ആ മുറിയിലേക്ക് കയറി വരുമ്പോൾ ആ വീട്ടിലൊരു കൊച്ചു പ്രാർത്ഥനാ മുറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പ്രാർത്ഥനാ മുറി ഇറങ്ങി പ്രാർത്ഥിക്കാമെന്ന് കരുതി അതിൻ്റെ വാതിലിങ്ങനെ തുറക്കുമ്പോൾ കാണുന്നത് ആ കൊച്ചു പ്രാർത്ഥനാ മുറിയിൽ പായ വിരിച്ച് ആ പായയിൽ ഒരു ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന എന്നെയാണ് കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അപ്പൻ ആ മുറിയിലേക്ക് ഇറങ്ങില്ല പ്രിയപ്പെട്ടവരെ, അടുക്കളയിലേക്ക് ഓടി. അമ്മയുടെ കയ്യിരിക്കുന്ന ചോറ്റുപാത്രം വാങ്ങിച്ച് മാറ്റി വെച്ചിട്ട് പറഞ്ഞു, നീങ്ങി വാ, നിനക്ക് അത്ഭുതം കാണണോ? എൻ്റെ അമ്മയുടെ കൈക്ക് പിടിച്ച മുറിയിലേക്ക് കൊണ്ടുവന്നിറക്കി. അപ്പനും അമ്മയും എൻ്റെ തൊട്ട് പിറകിൽ, ഞാനത് അറിയുന്നില്ല. അവിടെ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ ഈ കുഞ്ഞിനെ ഇങ്ങനെ കാണാനുള്ള ഭാഗ്യം തന്നല്ലോ എന്ന്. ആ സ്വരം കേട്ട് ഞാൻ കണ്ണു തുറന്ന് പിറകിലേക്ക് നോക്കുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയും തൊട്ട് പിറകിൽ. ഞാൻ എഴുന്നേറ്റു. എൻ്റെ മുമ്പിലേക്ക് 4 കൈകൾ ഇങ്ങനെ നീട്ടപ്പെട്ടപ്പോൾ ആ കരവലയത്തിനുള്ളിലൂടെ അവരുടെ ചങ്കിലേക്ക് ഞാൻ ചേർന്ന് കിടക്കുമ്പോൾ അവരുടെ ചൂടുള്ള കണ്ണുനീർ തുള്ളികൾ എൻ്റെ ശരീരത്തിലേക്ക് വീണത് ഞാൻ അനുഭവിച്ചു. അവരുടെ മകൻ 32 വർഷമായി മദ്യപിച്ചിട്ടില്ല, പിന്നെ പുകവലിച്ചിട്ടില്ല, പിന്നെ ഉത്സവപ്പറമ്പിൽ പോയിട്ടില്ല, സിനിമാ തിയേറ്ററിൽ കയറിയിട്ടില്ല. അവരുടെ മകനെ അവർ കണ്ടത് വചനപ്രഘോഷണ വേദിയിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, 2008 എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും മരിക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഷാലോൺ ടെലിവിഷനിൽ ഞാൻ ചെയ്ത പ്രസംഗം സംപ്രേഷണം ചെയ്യുക. വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗമെല്ലാം തീർന്ന് അവസാനത്തെ ആ ഭാഗം വരുമ്പോൾ എൻ്റെ അപ്പച്ചൻ ഞാൻ നോക്കിയപ്പോൾ പൊട്ടിക്കരയുക. കരഞ്ഞിട്ട് തിരിഞ്ഞ് ഞാൻ തൊട്ട് പുറകിലിരിക്കുക. എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, മോനെ, ഈ ലോകത്തിൽ ഇന്ന് മരിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ മരിക്കുന്ന ഞാനായിരിക്കുമെടാ. നിന്നെ ഇങ്ങനെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നില്ലേ. പ്രിയപ്പെട്ടവരെ, ആ സന്തോഷത്തോടാ ഈ ലോകം വിട്ടുപോയത് 2008. ഇതാണ് കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത്. ഈ 32 വർഷമായി എൻ്റെ പൊന്നുതമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തപ്പോഴുണ്ടല്ലോ, എൻ്റെ കർത്താവ്
ഒരു കാലഘട്ടത്തിൽ എന്നെ കാർക്കിച്ച് തുപ്പുമായിരുന്ന ജനത്തിൻ്റെ മുമ്പിൽ എൻ്റെ കർത്താവ് എന്നെ ഉയർത്തി. സ്വന്തം നാട്ടിൽ കൺവെൻഷനുകൾ കോർഡിനേറ്റ് ചെയ്ത് പ്രസംഗിക്കാൻ എൻ്റെ കർത്താവ് എന്നെ വിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പാട്ട് കേട്ട് മാനസാന്തരപ്പെട്ട എന്നെ കർത്താവ് ക്രിസ്തീയ ഗാനങ്ങൾ രചിക്കാനുള്ള ഉപകരണമാക്കി മാറ്റി. ഞാൻ ആദ്യമായി ധ്യാനം കൂടുമ്പോൾ എൻ്റെ ഹൃദയത്തെ തൊട്ടൊരു വചനമായിരുന്നു ജെറമ്യാ 31:20. എഫ്രായിം എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമന പുത്രനല്ലേ. ഈ വചനം എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തു. ഈ വചനത്തെ ഗാനമാക്കാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങൾ ഉപയോഗിച്ചു. അന്ന് പീറ്റർ ചേരാനെല്ലൂരാ ഞങ്ങളുടെ കൂടെ പാട്ട് പാടുന്നത്. ഞങ്ങൾ ഒരുമിച്ചൊരു ധ്യാനത്തിലായിരിക്കുമ്പോൾ കർത്താവ് തന്ന 12 വരികൾക്ക് സംഗീതം കൊടുത്തു പീറ്റർ. അതാണ് എഫ്രായിം നീ എൻ്റെ വത്സലപുത്രൻ എന്നുള്ള പാട്ട്. അതിനുശേഷം 100 കണക്കിന് ക്രിസ്തീയ ഗാനങ്ങൾ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, തൂമഞ്ഞു പോലെ എന്ന് പറയുന്ന പാട്ട്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ മറ്റൊരു പാട്ട് ഈ പെന്തക്കോസ്താ തിരുനാളിന് ഇറങ്ങാൻ പോകുന്നു. അടുത്തൊരു പാട്ട് ദേ അതിൻ്റെ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൺമണി പോലെ എന്നെ കാത്തു പാലിക്കും കാവൽ മാലാഖ, എഫാത്ത, ഗലീലയിൽ ഉയർന്ന വചനം, അങ്ങനെ ഒരുപാട് ക്രിസ്തീയ ഗാനങ്ങളെ രചിക്കുന്ന ഒരു ഉപകരണമാക്കി എൻ്റെ കർത്താവിനെ മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 94-ൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോയ എൻ്റെ മൂത്ത സഹോദരൻ അവിടെ സ്റ്റേജിൽ പാട്ട് പാടുന്ന ഒരു പെൺകുട്ടിയെ കണ്ട് പരിചയപ്പെട്ടിട്ട് ചോദിച്ചു, ഞാൻ എൻ്റെ അനുജന് വേണ്ടി നിന്നെ കല്യാണം ആലോചിക്കട്ടെ? അവൾ പറഞ്ഞു, നായിക്കമ്പ്രമലച്ചനും പനക്കലച്ചനും കുര്യാക്കോസ് പുന്നോല്ലച്ചനും ഇവരാണ് എൻ്റെ രക്ഷകർത്താക്കൾ, എൻ്റെ കാര്യം ഇവരാ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. ചേട്ടൻ ധ്യാനം തീർന്ന് ഗൾഫിൽ ചെന്നിട്ട് ഡിവൈനിലേക്കൊരു കത്തയച്ചു. ഈ കത്ത് കിട്ടിയ അച്ഛന്മാർ എൻ്റെ മാതാപിതാക്കളെ വിളിച്ച് സംസാരിച്ച് 1994 ഓഗസ്റ്റ് മാസം 25-ാം തീയതി എൻ്റെ മാനസാന്തരം നടന്ന കത്തോലിക്ക പള്ളിക്കുള്ളിൽ വെച്ച് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് അച്ഛൻ കൊല്ലത്ത് വന്ന് ഞങ്ങളുടെ വിവാഹം ആശീർവദിക്കുമ്പോൾ ഞാൻ കത്തോലിക്ക സഭയിൽ അംഗമായി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഞാനും എൻ്റെ ഭാര്യയും കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. 94-ൽ ഞങ്ങളുടെ വിവാഹം നടക്കുന്നു. 95 ഒക്ടോബർ മാസത്തിൽ കർത്താവ് ഞങ്ങൾക്കൊരു മകളെ തന്നു. പ്രിയപ്പെട്ടവരെ, ആ മകൾ അയർലൻഡിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട നോക്കെന്ന സ്ഥലത്തിനടുത്ത് മയോ കൗണ്ടിയിൽ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലിയെടുക്കുന്നു. 2023-ൽ അവളുടെ വിവാഹമായിരുന്നു. കൊല്ലം രൂപതയിലെ ഒരു ചെറുപ്പക്കാരൻ അവളെ വിവാഹം ചെയ്യുമ്പോൾ അവൻ്റെ 2 ജ്യേഷ്ഠന്മാർ, അവർ രണ്ടുപേരും കത്തോലിക്ക സഭയിലെ വൈദികര, പുരോഹിതര. അവരെന്നെ പപ്പ എന്നാണ് വിളിക്കുന്നത്. 2 വൈദികരുടെ പപ്പയാകാൻ എൻ്റെ കർത്താവ് എന്നെ വിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം കർത്താവ് ഞങ്ങൾക്കൊരു മകനെ തന്നു. ആ മകൻ എറണാകുളം രാജഗിരി കോളേജിൽ BCom അവസാന വർഷമായി. പിന്നെ കർത്താവ് ഒരു മകളെ തന്നു. ആ മകളിപ്പോൾ ഫിസിയോതെറാപ്പിക്ക് പഠിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദേ ഒരു കാലഘട്ടത്തിൽ മരണത്തിൻ്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത ജീവിതമായത്. മെർക്കുറി എന്ന മാരക പോയിസൺ എൻ്റെ ബോഡിയിൽ ഇന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണമെങ്കിൽ വേൾഡ് ഗിന്നസ് ബുക്കിൽ കയറാം. എൻ്റെ ആഗ്രഹം സ്വർഗത്തിൽ കയറാനാ. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഒരു കാലഘട്ടത്തിൽ മരണത്തിൻ്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞ ജീവിതത്തെയാ ഇന്ന് ഷാലോം ടെലിവിഷനിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് മക്കളുടെ മുമ്പിൽ ഈ ജീവിതത്തെ കർത്താവ് തൊട്ടതിൻ്റെ അടയാളമായിട്ട് ഈ സാക്ഷ്യം ഞാൻ പങ്കുവെക്കുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ കൂടപ്പിറപ്പ്, നീ ഏതെങ്കിലും സാഹചര്യത്തിൽ എല്ലാം അസ്തമിച്ചു എന്ന് കരുതിയോ, എല്ലാം തീർന്നു എന്ന് കരുതിയോ, ഇനി രക്ഷയില്ല എന്ന് ചിന്തിച്ചോ, നീ പേടിക്കണ്ട. ഇവിടെ ഈ രാത്രി ഇവിടെ നീ തുടങ്ങൊരു പുതിയ ജീവിതം. നീ ഒന്ന് മാത്രം ചെയ്താൽ മതി. യേശുവേ, എൻ്റെ ജീവിതത്തെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നെന്ന് പറ. ഈ ജീവിതം ഒന്ന് കൊടുത്താലുണ്ടല്ലോ അധിക സമയം വേണ്ട. ഒറ്റ ദിവസം കൊണ്ട് ഒരു ദേശത്തിൻ്റെ പാപം തുടച്ചു മായ്ക്കുമെന്ന് പറഞ്ഞവൻ, ചെങ്കടലിനെ ഒരു നിമിഷം കൊണ്ട് 2ആക്കി മാറ്റിയവൻ, കടലിൻ്റെ മുകളിലൂടെ നടന്നു പോയവൻ, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവൻ, അവനാണ് നമ്മുടെ കർത്താവ്, അവനാണ് നമ്മുടെ ദൈവം. അവൻ നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കും. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാൻ പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, TV-യിലൂടെ ടെലിവിഷനിലൂടെ ഭവനങ്ങളിലൊക്കെ ആയിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കൾ, നിങ്ങളും ഈ സമയത്ത് പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. കോൺവെൻറ്റുകളിലും സന്യാസാശ്രമങ്ങളിലൊക്കെ ആയിരിക്കുന്ന ഒരുപിടി വൈദികരും സമർപ്പിതരുമൊക്കെ ഉണ്ടാകാം. നിങ്ങൾ ഒരു നിമിഷം കർത്താവിൻ്റെ മുമ്പിൽ അനേക തകർന്ന ജീവിതങ്ങളെ നിങ്ങളുടെ കൺമുമ്പിൽ കർത്താവിത കാണിച്ചു തരുന്നുണ്ട്. അവരെ ഒന്ന് കൊടുക്ക്. തകർന്ന ജീവിതങ്ങൾ എല്ലാം തീർന്നു എന്ന് കരുതി മുമ്പിൽ കടല്, പിടകൾ, ശത്രു, ഏത് വിധത്തിലും ഞങ്ങൾ തീർന്നു, ഞങ്ങൾക്കിനി രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തോട് മോശ പറയുക, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവുണ്ട് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ.
കർത്താവുണ്ട് നിങ്ങളുടെ കൂടെ. കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ച്, നിന്റെ പ്രശ്നം എന്താ? വിട്ടുമാറാത്ത രോഗമാണോ? ക്യാൻസർ ആണോ? ഹൃദ്രോഗമാണോ? 2 കിഡ്നികളും ചുരുങ്ങിപ്പോയതാണോ? ഡയാലിസിസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? കടബാധ്യതയാണോ? ജപ്തിയുടെ മുമ്പിലാണോ? നിന്റെ വീടും ഭവനവും നിന്റെ വസ്തുക്കളും ബാങ്കുകാർ കൊണ്ടുപോകുമെന്ന് നിന്റെ മുമ്പിൽ ഭീഷണി മുഴക്കിയിരിക്കുകയാണോ? പേടിക്കേണ്ടെന്നേ, നീ ഭയപ്പെടേണ്ട. നീ മക്കളെയും കൊണ്ട് റെയിൽവേ ട്രാക്കിലേക്കല്ല ഓടേണ്ടത്. നീ കടലിലേക്ക്, നദിയിലേക്കല്ല ഓടേണ്ടത്. നീ വിഷക്കുപ്പിയുടെ മുമ്പിലേക്കല്ല ഓടേണ്ടത്. നിന്നെ വിളിച്ചവനുണ്ട്. അവൻ കുരിശിൽ മരിച്ചിട്ടും ഉദ്ധാനം ചെയ്തവനാ. അവന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പറ, കർത്താവേ, ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാനിതാ സമർപ്പിക്കുന്നു. നീ എന്നെ ഏറ്റെടുക്കണം. എൻ്റെ പ്രശ്നങ്ങളിൽ നിനക്കിടപെടാൻ പറ്റും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വരം ഉയർത്തി, ഒന്ന് കണ്ണടച്ച്, വേറൊന്നും വേണ്ട, ഒറ്റ വിളി വിളിക്കണം. യേശുവെന്ന് വിളിക്കണം. ഇതാ ജോയൽ പ്രവാചകൻ പറഞ്ഞു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. പത്രോസ്ലീഹ പറഞ്ഞു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. പൗലോസ്ലീഹ പറഞ്ഞു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഈ രാത്രി ഇത് രക്ഷയുടെ രാത്രിയാ. ഈ രാത്രി അനേക ജീവിതങ്ങളെ കർത്താവ് ഇതാ തൊട്ടുണർത്തുന്ന രാത്രിയാ, അനുഗ്രഹിക്കുന്ന രാത്രിയാ. കാര്യങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി വിളിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, തുടരണമേ കർത്താവേ. അനേക ജീവിതങ്ങളെ തുടരണമേ കർത്താവേ. നിരാശയുടെ കെട്ടുകൾ ഒഴിയട്ടെ. ആത്മഹത്യാ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കുറ്റബോധം മാറിപ്പോകട്ടെ. വിട്ടുമാറാത്ത രോഗപീഠകൾ വിട്ടുപോകട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദ്രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കടബാധ്യതകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ജോലി തടസ്സങ്ങൾ മാറട്ടെ. വിവാഹ തടസ്സങ്ങൾ മാറട്ടെ. മക്കളില്ലാത്ത ദമ്പതികൾ കർത്താവിന്റെ അനുഗ്രഹത്താൽ മക്കളെ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. കരങ്ങൾ നടിച്ച്, എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ടിക്കാമോ? ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളിൽ, അനുഗമിച്ചിടും അവനോട് ചുവടുകളിൽ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഇരിക്കാം.